ഒരു മനുഷ്യനൊരു കാലം അവൻ ഒരുപാട് കാലം ഒരു കാര്യത്തിനെ ശീലമാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ അല്ല, ഇതാണ് ശരിയെന്ന് നമ്മൾ പറഞ്ഞ് കൊടുത്താൽ അത് മാറ്റാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് മദ്യപാനം നല്ല ശീലമുള്ള ഒരുത്തരടാ നീ വെള്ളം അടിക്കല്ലടാ എന്ന് പറഞ്ഞാൽ അവ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഇത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത്. അത് പുള്ളി സയൻറ്റിഫിക്കലി പറഞ്ഞൊരു സാധനമാണ് അതിനകത്ത്. അതിപ്പോൾ കറക്റ്റാണ്. കാര്യം മട്ടനിൽ പിന്നെ ദഹനത്തിന് വേണ്ട കലോറി അത് കിട്ടുന്ന എനർജി അല്ല മറ്റേന്ന് കിട്ടുന്നത്. അത് ഈ ഡൈജസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമല്ല ഇപ്പോൾ ബീഫിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ബൊഫെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് കഴിക്കുന്ന ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ ഇത്രയും സാധനം നമ്മൾ ഈ രാത്രി ആയിരുന്നാലും നമ്മുടെ അത്രയും കലോറി നമുക്ക് ഭക്ഷണത്തിന് വേണ്ട എന്നുള്ളതാണ്. പക്ഷെ നമ്മളിത് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു, എന്നിട്ട് നമ്മൾ ആക്റ്റീവ് ആവാതെ പാസീവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. പണ്ട് അയ്യോ നമ്മളെ ചിറ്റപ്പം ഒരു പറ ചോറ് ചെയ്യുന്നു, എന്നിട്ട് അങ്ങോട്ട് കണ്ടത്തിലിറങ്ങും. ഒരു പറ ചോറ് എന്നിട്ട് പുള്ളി ഈ സാധനത്തിന് ഈ പറഞ്ഞ പോലെ അധ്വാനിച്ച് ഈ സാധനത്തിനെ നിർവീര്യമാക്കി കളയാണ് ചെയ്യണത്. നമ്മളത് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഈ സാധനം കൊളസ്ട്രോളായിട്ട് ബാക്കിയുള്ള സാധനങ്ങളായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വരികയും ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾ വരികയും ചെയ്യും. ഇനി ഈ പറഞ്ഞ ബൊഫേ സിസ്റ്റം അത് കൊള്ളൂല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം പറയും അവന് ഭ്രാന്താണെന്ന് പറയും. കാര്യം നമ്മളത് ശീലിച്ചു പോയി. ഇതിൻ്റെ സയൻറ്റിഫിക് സാധനം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആര് പറയുന്നു എന്നാണ് അവർ നോക്കുന്നത്, എന്ത് പറയുന്നു എന്നുള്ളതല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ആര് പറയുന്നു? ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു കേട്ടോ അവിടെ പോകണ്ടെന്ന്. ഉടനെ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞെങ്കിൽ പോകണ്ട കേട്ടോ. ആരുടെ പോകണ്ടെന്ന് പറഞ്ഞേ? അത് മറ്റേ അവിടെ കടയിൽ വായിക്കൊണ്ടിരിക്കുന്ന മറ്റേ അയാൾ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന്. അവന് ഭ്രാന്തറ, നീ പോ. ഈ ഗോപാലകൃഷ്ണൻ സാറിനെക്കാളും അവിടെ പോയാൽ പ്രശ്നമാണെന്ന് അനുഭവസ്ഥനായ ഈ പറഞ്ഞ കടയിൽ വായി നോക്കുന്നവന് നന്നായിട്ടറിയാം. പക്ഷേ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാരണത്താലോ അവൻ ഈ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അത്ര ഡിഗ്നിറ്റി ഇല്ലാത്തത് കൊണ്ടോ സത്യം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല. അത് നമ്മുടെ ഏറ്റവും ഉള്ള ബേസിക് പ്രശ്നമാണ്. ആര് പറയുന്നു എന്നാണ് നോക്കണം, എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഈ പറയുന്ന കാര്യം ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം ജനം എടുക്കും എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇത് സയൻറ്റിഫിക്കായിട്ട് പറയാൻ എന്നെക്കാൾ നന്നായി സയൻറ്റിഫിക്കായിട്ട് തെളിവുകളോടുകൂടി പറയാൻ അക്കാഡമിക് ലെവലിലുള്ള ഒരാൾ പറയുമ്പോൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത് രണ്ടാണ്. അപ്പം ഞാനിതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ യവൻ ആരുടെ ഇത് പറയാം, ഒരു ഹോട്ടൽ ഇട്ടുകൊണ്ടിരിക്കുന്ന യവൻ ഇതെന്ത് അറിയാം. ഡോക്ടർ ഗുപ്ത ഇത് പറഞ്ഞാൽ അത് എത്രത്തോളം ആളുകൾ ഇത് എടുക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള രണ്ടാമത്തെ പ്രശ്നം. അതുകൊണ്ട് ഒരു മനുഷ്യന് ശീലമായി പോയതിനെ പെട്ടെന്ന് തിരുത്താൻ, ഇന്നലെ ചെയ്തവരബദ്ധം ഇന്നത്തെ ശീലമാകാം, നാളത്തെ ശാസ്ത്രമാകാമെന്ന് പറയുന്നത് പോലെ ഇത് മലയാളിയുടെ ഒരു എന്താണ് പറയണ ഒരു അന്തം വിട്ട ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി. കല്യാണത്തിൻ്റെ റിസപ്ഷനിൽ എല്ലായിടത്തും പയർ മുളപ്പിച്ചതൊക്കെ ഒരു പിടിയാണ് വാരിത്തിട്ടാണ്. അതിൻ്റെ പയർ മുളപ്പിച്ചത് ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ളൊരു സാധനമാണ്. അത് വളരെ കുറച്ചളവിൽ മാത്രമേ, വേറെ എന്തെങ്കിലും കഴിക്കണില്ലെങ്കിൽ മാത്രമേ ശകലം കൂട്ടാവുന്നതാണ്. വയറ് മുളപ്പിച്ചത് ധാന്യങ്ങൾ ഒരു കല്യാണത്തിന് വേറെ ആരുമില്ല. എൻ്റെ ചേച്ചിയുടെ മാൻ്റെ കല്യാണം നേരത്തെ വെച്ചേക്ക്. ഇതാണ് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിൽ നിന്നും കുറേശ്ശെ വാരി തിന്നു. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് പോലും അതൊരു ചിട്ടയായിട്ടുള്ളൊരു സംഭവമാണ്. എങ്ങനെ കഴിക്കണമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ല. എനിക്ക് പോലും ചിലപ്പോൾ അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഈ പറഞ്ഞ അറിവില്ലായ്മകൾ കൊണ്ടാണ്.